നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റീൽസ് എടുത്ത് വൈറലാകാൻ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കാനായി ഏത് തരത്തിലുള്ള അഭ്യാസ പ്രകടനവും അപകടകരമായ രീതിയിലുള്ള പ്രവർത്തികളും കാണിക്കാൻ നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ കോപ്രായത്തിന് ഉറഞ്ഞു തുള്ളുന്നുവെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അങ്ങനെയുള്ളവർക്ക് ഒരു താക്കീതായി തന്നെയാണ് ഈ വാർത്ത. സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറാൻ ബൈക്ക് സ്റ്റണ്ടിങ് നടത്തി റീൽസ് വീഡിയോ എടുക്കാൻ ശ്രമം നടത്തിയ യുവാക്കൾക്ക് ചൂടോടെ തന്നെ നാട്ടുകാർ മറുപടി നൽകിയതാണ് ഈ വീഡിയോ. കർണാടകയിലെ ബംഗളൂരു തമക്കുരു ദേശീയപാതയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ദേശീയപാതയിലെ മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് സ്റ്റണ്ടിങ് നടത്തുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്ത യുവാക്കളെയാണ് നല്ലൊരു പാഠം നാട്ടുകാർ പഠിപ്പിച്ചത്. മേൽപ്പാലത്തിലെ ഗതാഗതം തടസ്സമാക്കി ബൈക്ക് സ്റ്റണ്ടിങ് നടത്തിയ ഗ്രൂപ്പിലെ ഒരാളുടെ സ്കൂട്ടർ നാട്ടുകാർ പിടികൂടി. അത് കൈവരിയിൽ നിന്നും താഴേക്ക് എറിഞ്ഞ് തകർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുമുണ്ട്. യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തിയ യുവാക്കൾ ബൈക്ക് സ്റ്റണ്ട് നടത്തിയെന്നാണ് നിലവിൽ നാട്ടുകാർ പരാതിപ്പെട്ടിരിക്കുന്നത്. സ്വന്തം വീഡിയോ വൈറലാക്കാൻ ശ്രമിച്ചപ്പോൾ അവരവരുടെ വാഹനം തന്നെ നശിപ്പിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ്. നടുറോഡിൽ കോപ്രായവും ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് നാട്ടുകാരെ ചൊടിപ്പിക്കുകയുമായിരുന്നു ഈ സുഹൃത്തുക്കൾ ചെയ്തത്. അതിന് പിന്നാലെയാണ് കൈവരിക്ക് മുകളിലൂടെ സ്കൂട്ടർ താഴേക്ക് എറിയാൻ അവർ തീരുമാനിച്ചത്. 30 അടി താഴെയുള്ള സർവീസ് റോഡിലേക്കാണ് സ്കൂട്ടർ എറിഞ്ഞ് തകർത്തത്. ഭാഗികമായി സ്കൂട്ടർ തകർന്നതായി വീഡിയോ ദൃശ്യത്തിലൂടെ കാണാനും കഴിയുന്നുണ്ട്. കാൽനട യാത്രക്കാരെയും മറ്റ് യാത്രക്കാരെയും ഒക്കെ തന്നെ ശല്യപ്പെടുത്തുകയും അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ പതിവായി തന്നെ ഇവിടെ ഫ്രീക്കന്മാർ നടത്താറുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതുകൂടെ ഗതികെട്ടാണ് നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഇങ്ങനെ ഒരു നീക്കം ചെയ്യാനായി തയ്യാറായതും. 8 പേരാണ് സ്റ്റണ്ടിങ് സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ ചിലർ ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തുകയാണ്. ചിലരുടെ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.